ഇന്നത്തെ എൻ്റെ റെസിപ്പി സേമിയ എഗ് ബിരിയാണിയാണ്. പുതുമ ആഗ്രഹിക്കുന്ന നമുക്കെല്ലാവർക്കും ഇന്നത്തെ ഡിന്നറും ഈ ബിരിയാണി ആയാലോ. വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കിയെടുക്കുവാൻ പറ്റുന്ന രീതിയിലാണ് ഞാൻ തയ്യാറാക്കിയിരിക്കുന്നത്. വീഡിയോ കണ്ട് ഇഷ്ടമായാൽ ലൈക്ക് ബട്ടൺ പ്രസ് ചെയ്യാൻ മറക്കല്ലേ. നമുക്ക് വീഡിയോയിലേക്ക് പോകാം. സേമിയ എഗ് ബിരിയാണി ഉണ്ടാക്കുന്നതിന് ഞാനൊരു 200 ഗ്രാം വറുത്ത സേമിയ എടുത്തിരിക്കുകയാണ്. വറുത്തതോ വറക്കാത്തതോ എടുക്കാം. സേമിയ വറുത്തതാണെങ്കിലും നമുക്കൊന്നുകൂടെ ഒന്ന് ചൂടാക്കിയെടുക്കാം. ഈ പാനിലേക്ക് ഞാൻ 1 ടീസ്പൂൺ നെയ്യ് ഒഴിച്ചു കൊടുക്കുകയാണ്. നെയ്യ് നല്ലപോലെ ചൂടായിട്ടുണ്ട്. നമുക്കൊന്ന് വറുത്തെടുക്കാം. വറുത്ത സേമിയയാണ്, ഒന്ന് ചൂടാക്കിയെടുക്കുന്നേ ഉള്ളൂ. നന്നായിട്ട് ഈ സേമിയ ചൂടായിട്ടുണ്ട്. നമ്മൾ ഒരു കപ്പെന്ന് പറഞ്ഞ് 250 ഗ്രാമാണ്. ഏതാണ്ട് 200 ഗ്രാമേ നമ്മൾ എടുത്തിട്ടുള്ളൂ. എന്നാലും ഞാനൊരു 400 ml വെള്ളം, തിളച്ച വെള്ളം ഒഴിച്ചു കൊടുക്കുകയാണ്. നമുക്ക് അതിൽ കൂടുതൽ ഒഴിച്ചാലും കുഴപ്പമില്ല. നല്ലപോലെ തിളച്ച് കഴിയുമ്പോഴത്തേക്ക് നമുക്കൊരു 3 മിനിറ്റ് ഒന്ന് വേകാൻ വെക്കുക. 3 മിനിറ്റ് ഇത് വെന്താൽ മതി. ഇതിലേക്കൊരു സ്വല്പം ഉപ്പിട്ട് കൊടുക്കാം. അതുപോലെ തന്നെ ഇത് കട്ട കെട്ടാതിരിക്കാൻ വേണ്ടി നമുക്കൊരു 1/2 ലൈമിൻ്റെ ജ്യൂസും കൂടെ ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ ഒട്ടും സേമിയ കട്ട കെട്ടുകയില്ല. 3 മിനിറ്റായി. സേമിയ നന്നായിട്ട് വെന്തിട്ടുണ്ട്. നമുക്കിതൊരു കിഴുത്ത പാത്രത്തിലേക്ക് ഊറ്റാം. വെള്ളം കംപ്ലീറ്റ് നമ്മൾ ഊറ്റി മാറ്റിയെടുത്തിരിക്കുകയാണ്. ഈ പരുവാണ് വേണ്ടത്. നമുക്കിത് മാറ്റി വെക്കാം. വേണ്ടി ഞാൻ ആ പാൻ അടുപ്പത്ത് വെച്ചു. ഇതിലേക്കൊരു 2 ടീസ്പൂൺ നെയ്യ് ഒഴിച്ചു കൊടുക്കാം. ഈ നെയ്യിലേക്ക് ഒരു ബേ ലീഫും ചെറിയ 2 കഷ്ണം കറുവാപ്പട്ടയും കൂടി ഇട്ട് കൊടുക്കാം. ഒന്ന് വഴറ്റിയെടുക്കാം. ഇതിലേക്ക് മീഡിയം സൈസിലെ 2 സവാള ചെറുതായിട്ട് അരിഞ്ഞതും കൂടെ ഇട്ട് വഴറ്റിയെടുക്കാം. ഈ വഴറ്റുന്നതിലേക്ക് ഒരു പച്ചമുളക് ചെറുതായിട്ട് അരിഞ്ഞതും, ഒരു ചെറിയ കഷ്ണം ഇഞ്ചിയും 3 വെളുത്തുള്ളിയുടെ അല്ലിയും കൂടെ പേസ്റ്റ് ആക്കിയത് അതും കൂടി ഇട്ട് കൊടുക്കാം. നന്നായിട്ട് വഴറ്റിയെടുക്കാം. ഈ വഴുന്നതിലേക്ക് 2 മീഡിയം സൈസ് ടൊമാറ്റോ ചെറുതായിട്ട് അരിഞ്ഞതും കൂടി ഇട്ട് കൊടുക്കാം. നന്നായിട്ട് വഴറ്റിയെടുക്കാം. ടൊമാറ്റോ ഒക്കെ ഒന്ന് വെന്ത് കിട്ടണം. ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കാം. ഉപ്പൊക്കെ ഇടുന്നത് വളരെ സൂക്ഷിച്ച് വേണം. നമ്മൾ ഓരോന്നും ഉപ്പിട്ട് കൊടുക്കുന്നതാണ്. ഇവിടെ ഇളക്കിയിട്ട് ആ ടൊമാറ്റോയിലെ വെള്ളമൊക്കെ ഒന്ന് ഇറങ്ങി ടൊമാറ്റോ വേകുന്നതിനായിട്ട് നമുക്ക് അടച്ചു വെച്ച് കൊടുക്കാം. നമുക്കൊന്ന് നോക്കാം. ടൊമാറ്റോ ഒക്കെ നന്നായിട്ട് വെന്തിട്ടുണ്ട്. ഇതിലേക്കിനി നമുക്ക് അതിൻ്റെ ഇൻഗ്രീഡിയൻസൊക്കെ ചേർക്കാം. 1/2 ടീസ്പൂൺ മഞ്ഞൾ പൊടി ഇട്ട് കൊടുക്കാം. 1 ടീസ്പൂൺ പെരിഞ്ജീരകത്തിൻ്റെ പൊടി ഇട്ട് കൊടുക്കാം. 1 ടീസ്പൂൺ ഗരം മസാല ഇട്ട് കൊടുക്കാം. 1 ടീസ്പൂൺ കുരുമുളക് പൊടിയും കൂടി ഇട്ട് കൊടുക്കാം. നന്നായിട്ടെല്ലാം കൂടി ഒന്ന് യോജിപ്പിക്കാം. ഇതിനകത്തേക്ക് കുറച്ച് മല്ലിയിലയും കൂടെ ചേർക്കാം. കൂടെ തന്നെ 1 ടേബിൾ സ്പൂൺ തൈരും കൂടെ ചേർക്കാം. നന്നായിട്ട് യോജിപ്പിച്ചെടുക്കാം. ഈ തൈരൊക്കെ ചേർക്കുമ്പോഴത്തേക്ക് ഗരം മസാല അതുമെല്ലാം ഉള്ളപ്പം നല്ല ബിരിയാണിയുടെ ഒരു ഫ്ലേവർ നമുക്ക് കൂടുതൽ കിട്ടും. നല്ല മണമൊക്കെ വരുന്നുണ്ട്. നല്ലതായിട്ടെല്ലാം കൂടെ യോജിപ്പിച്ചെടുക്കാം. നമുക്കിനി ഇതൊരു സൈഡിലേക്ക് മാറ്റി വെക്കാം. 2 മുട്ട നമുക്കിതിനകത്ത് ചേർക്കാനായിട്ട് ചിക്കി പൊരിച്ചെടുക്കാം. ഒരു നുള്ള് ഉപ്പും കൂടി ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് അടിച്ചെടുക്കാം. ഒന്ന് ഇളക്കിയെടുക്കാം. ഈ സൈഡിലേക്ക് നമുക്കിത് ഒഴിച്ചു കൊടുത്തൊന്ന് ചിക്കി പൊരിച്ചെടുക്കാം. ഇളക്കി കൊടുക്കാം. ആ മുട്ട നന്നായിട്ട് ചിക്കി തോർത്തി എടുത്തിട്ടുണ്ട്. നമുക്കിനിയും ഈ മസാല എല്ലാം കൂടി ഇളക്കി കൊടുക്കാം. സമയത്ത് ഇതിൻ്റെ ഉപ്പെല്ലാം നോക്കണം. നല്ല കറക്റ്റ് ഉപ്പൊക്കെയാണ്.
നമ്മൾ വെന്ത് വെച്ചിരിക്കുന്ന സേമിയ കുറേശ്ശെ ഇട്ട് കൊടുക്കാം. പതുക്കെ ഇതെല്ലാം കൂടി ഒന്ന് കൂട്ടി യോജിപ്പിച്ചെടുക്കാം. നോക്കിയേ, ആ സേമിയ ഒന്നൊന്നേ തൊടാതെ തന്നെ നമുക്ക് വെന്ത് കിട്ടിയിട്ടുണ്ട്. നമുക്കിനി ഇതൊന്ന് മാറ്റി വെക്കാം. ഒരു പാൻ അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. ഇതിലേക്ക് ഒരു 1/2 ടീസ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. ഫ്ലെയിം നല്ലതുപോലെ കുറച്ചുകൊണ്ട് ഒരു പിഞ്ച് മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കാം. ഒരു 1/4 ടീസ്പൂൺ കാശ്മീരി ചില്ലി പൗഡർ കൂടി ഇട്ട് കൊടുക്കാം. നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. ഫ്ലെയിം കുറച്ച് വെക്കണം, ഇല്ലെങ്കിൽ കരിഞ്ഞു പോകും. ഇതിലേക്ക് ഞാൻ 2 മുട്ട പുഴുങ്ങിയത് ഇട്ടൊന്ന് വറുത്തെടുക്കാനാണ്. വറുത്തെടുക്കുക എന്ന് പറഞ്ഞാൽ നന്നായിട്ട് ആ മുളകെല്ലാം അതിലൊന്ന് പിടിച്ച് വരാൻ വേണ്ടിയാണ്. നമുക്കിനി ഇത് ബിരിയാണിയിലേക്ക് വെച്ച് കൊടുക്കാം. അങ്ങനെ നമ്മളുടെ എഗ് സേമിയ ബിരിയാണി റെഡി ആയിരിക്കുകയാണ്. എല്ലാവരും ഈ റെസിപ്പി ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. നല്ല ടേസ്റ്റാണ് ഇതിന്. എൻ്റെ വീഡിയോ ഇഷ്ടമായാൽ ചാനൽ ലൈക്ക് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. നല്ല വീഡിയോയുമായിട്ട് വരുന്നത് വരെ ബൈ.